രാഷ്ട്രീയത്തിലെ പുതുമുഖമായാലും അല്ല വർഷങ്ങളോളം രാഷ്ട്രീയത്തിലുള്ള നേതാവായാലും വിവാദങ്ങൾക്കൊന്നും ഒരു പഞ്ഞവും കാണില്ല. എന്നാൽ ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടത് രാഷ്ട്രീയത്തിലെ പുതുമുഖമായ വിജയ് ആണ്. തെന്നിന്ത്യൻ സൂപ്പർ താരം വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിനെതിരെ BSP തമിഴ്നാട് ഘടകമാണ് പരാതി നൽകിയിരിക്കുന്നത്. പാർട്ടിയുടെ കൊടിയിൽ നിന്ന് ആനകളെ നീക്കണമെന്നാണ് BSPയുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട പരാതി സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് നേതാക്കൾ കൈമാറിയിരിക്കുകയാണ്. തങ്ങളുടെ പാർട്ടി കൊടിയിലും ആനച്ചിഹ്നം ഉപയോഗിക്കുന്നുണ്ടെന്നും ഇത് ആശങ്കകൾ ഉയർത്തുന്നുണ്ടെന്നും പാർട്ടി പ്രതിനിധികൾ പറയുന്നുണ്ട്. TVK പതാകയിൽ നിന്ന് ആനകളെ മാറ്റണം, അല്ലാത്ത പക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്ന് നേതാക്കൾ തുറന്നടിച്ചു. ചുവപ്പും മഞ്ഞയും നിറത്തിൽ വാഗപ്പൂവും ഇരുവശങ്ങളിലായി 2 ആനകളുമാണ് TVK കൊടിയിലുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് താരം തമിഴക വെട്രി കഴകം എന്ന പേരിൽ പാർട്ടി പ്രഖ്യാപിച്ചത്. ഇതിനായി പാർട്ടി ജനറൽ സെക്രട്ടറി ബസി ആനന്ദ് ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പാർട്ടി രജിസ്റ്റർ ചെയ്തിരുന്നു. 2026 നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പാണ് തന്റെ ലക്ഷ്യമെന്നും പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിജയ് അറിയിച്ചിരുന്നു. പാർട്ടി പതാകയും പാർട്ടി പതാകയെ പരിചയപ്പെടുത്തുന്ന ഗാനവും വിജയ് പുറത്തുവിട്ടിരുന്നു. എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന സഖാക്കളെ, ഓരോ ദിവസവും ചരിത്രത്തിൽ ഒരു പുതിയ ദിശയും പുതിയ ശക്തിയുമായി മാറുകയാണെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. ദൈവവും പ്രകൃതിയും നമുക്കായി നിശ്ചയിച്ച ദിവസം ആഗസ്റ്റ് 22 നമ്മുടെ തമിഴക വെട്രി കഴകത്തിന്റെ പ്രധാന ദിനം, അതായത് പാർട്ടി പതാക അവതരിപ്പിക്കുന്ന ദിവസം. തമിഴ്നാടിന്റെ ക്ഷേമത്തിനായി ഞങ്ങൾ പ്രവർത്തിക്കും. നമ്മുടെ പാർട്ടി ആസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതീകമായി മാറുന്ന വിജയ പതാക ഉയർത്തുകയും പാർട്ടി പതാക ഗാനം ആലപിക്കുകയും ചെയ്യുന്നതായി അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ പതാക രാജ്യമെമ്പാടും പറക്കും. ഇനി മുതൽ തമിഴ്നാട് നന്നാകും. വിജയം സുനിശ്ചിതമാണെന്നായിരുന്നു വിജയുടെ പ്രസ്താവന. അതേസമയം സമത്വത്തിന്റെ അടയാളമായ മഞ്ഞ നിറമാണ് പതാകയിലുള്ളത്. വാഗൈ പുഷ്പം നടുവിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. പുതിയ ചിത്രമായ ഗോഡ് റിലീസ് ചെയ്യുന്ന തിയേറ്ററുകളിലും പതാക ഉയർത്തുമെന്നാണ് സൂചന. തമിഴ്നാട്ടിലുടനീളമുള്ള പാർട്ടി ഭാരവാഹികളിൽ നിന്നും ഇതര സംസ്ഥാനത്തെ നേതാക്കളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ് പതാക പുറത്തിറക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തിരുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് വിജയുടെ ഈ നീക്കമെന്നതിൽ സംശയം വേണ്ട. തമിഴ്നാട്, കേരളം, പുതുച്ചേരി, കർണാടക എന്നിവിടങ്ങളിലെ പ്രവർത്തകർ ചെന്നൈ പനയൂരിലുള്ള പാർട്ടി ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 22 വിക്രവാണ്ടിയിൽ നടത്തുമെന്നും സൂചനയുണ്ട്. അതിനുശേഷം വിജയ് സംസ്ഥാന പര്യടനം നടത്തും. എന്നാൽ ഈ രാഷ്ട്രീയ പാർട്ടിക്കു നേരെ പല വിവാദങ്ങളുമായി മറ്റ് രാഷ്ട്രീയ നേതാക്കൾ എത്തുന്നുണ്ടെന്നതും ശ്രദ്ധേയമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് വിജയുടെ ഓരോ നീക്കവും.